ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുപ്പൂർ വരെ പോവുകയാണ്. അത് എനിക്കൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ ഒരു രണ്ട് ആവശ്യത്തിന് വേണ്ടി പോണതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ തിരുപ്പൂർ ബിസിനസ്സിൻ്റെ എന്തോ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെയും കൂടെ കൊണ്ടുപോകാം. ലൈക്ക് അവനോട് ചോദിച്ചു നോക്കാം, ഒറ്റയ്ക്ക് ഞാൻ പോകണ്ടല്ലോ, ഒറ്റയ്ക്ക് അതാകുമ്പോൾ കൂട്ടാണുമല്ലോ എന്ന് പറഞ്ഞ് അവനെയും കൂടെ എടുത്തുകൊണ്ട് പോവാമെന്ന് വിചാരിച്ച് അവനെ വിളിച്ചപ്പോൾ അവന് വരാമെന്ന് പറഞ്ഞു. അവനെന്തോ ബിസിനസ്സിൻ്റെ കാര്യത്തിനാണ്, അവൻ സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെയും പോയി സെറ്റാക്കി സംസാരിച്ച് സെറ്റാക്കിയിട്ട് നമ്മുടെ എൻ്റെ കാര്യം കൂടെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഇതിനി എങ്ങനെയൊക്കെ തീരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാരണം കയ്യിൽ പൈസ ഇല്ല. 1000 രൂപ നമ്മൾ കൊണ്ട് എങ്ങനെയൊക്കെ വരുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ അവൻ എന്തെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അവനെ കണ്ടിട്ടെടുത്ത് ഇതിൽ വരാം. ഓ ഗൈസ്, എന്നിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. ട്രെയിൻ കയറി കോട്ടയം വരെ പോകണം. കോട്ടയം പോയിട്ട് ഒരു ഫ്രണ്ടുണ്ട്, അവനും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അവനെ പിക്ക് ചെയ്യണം. എന്നിട്ട് വേറെ ട്രെയിൻ കയറണം കോട്ടയത്തുനിന്ന് തിരുപ്പൂർ. എന്നാണെങ്കിൽ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫോൺ വെളിയിലെടുക്കാൻ പോയി അത്ര തിരക്ക്. ഞാനിപ്പോൾ വ്ളോഗ് ചെയ്ത് വരണം വിചാരിച്ചാണ്, പക്ഷെ ഫോൺ എടുക്കാൻ പറ്റില്ല, അത്രയും തിരക്ക്. അപ്പോൾ ട്രെയിനിൽ കയറി ഇരിപ്പുണ്ട്. ഇനി കോട്ടയത്ത് എത്തിയിട്ട് കാണാം. ഒരു രക്ഷയില്ല, തിരക്ക്. അതുകൊണ്ട് മോളിൽ കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോട്ടയത്ത് 3 മണിക്കൂർ ലേറ്റ്. ഞങ്ങൾ വന്ന വണ്ടി ഇനി അവൻ കോട്ടയത്തുനിന്ന് ഏറ്റുമാനൂരിൽ അവന് ഇവിടം വരെ വരണം. അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കണം. ഞങ്ങൾക്ക് വീണ്ടും വണ്ടി കയറണം ഗൈസ്. ഇവിടെ നിന്ന് തിരുപ്പൂർ വരെ അടുത്ത വണ്ടി ഉണ്ട് 9 വരയ്ക്ക്. അപ്പം അതുവരെ ഞങ്ങൾ ഇരിക്കണം. നോക്കാം. ഇരുന്നിരുന്ന പടമായി. അതാ എനിക്ക് സീറ്റും ഇല്ലായിരുന്നു. ഞാൻ മുകളിലക്കാർ ഇരുന്ന് ചൂടടിച്ച് ഇല്ലാതായി. എന്തായാലും നമുക്ക് അവനെ കാത്തിരിക്കാം. ഞാൻ മൈക്ക് വെച്ചിട്ടില്ല, എത്രത്തോളം കറക്റ്റാകുമെന്ന് അറിഞ്ഞൂടെ സംസാരം. എന്തായാലും നോക്കാം ഗൈസ്. അതേപോലെ നമ്മൾ ചെറുക്കൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങാൻ വേണ്ടിയുള്ള പാർട്ട്ണർ ഡെയിലി വരുന്നു. അയ്യോ, ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവാണല്ലോ. ഹായ് ബ്രോ, വാട്സാപ്പ് ഇല്ല. ഈ കാണുന്ന പോലെയല്ല ഗൈസ്, ഭയങ്കര ബിസിനസ് മെന്റാലിറ്റി ഉള്ള ആളാ. എൻ്റെ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, 1000 രൂപ കൊണ്ട് തിരുപ്പൂരോട് എൻ്റെ അവസ്ഥ ദയനീയമാണ്. ഇതെന്താടാ ഇത്? നിന്റെ സ്ഥലമില്ലേ? ഞാൻ ഇവിടെ വന്ന് പട്ടി കഴിയുമ്പോൾ തെണ്ടി ചേടാ. അയ്യോ, എന്താടാ എമർജൻസീസ് ആയിരുന്നു. എന്താണ് പ്ലാൻ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അഭിപ്രായം ഞാനാണോ? ബാക്കി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് പോകാൻ കേട്ടോ, ഇല്ല പണി കിട്ടും. രാത്രി ആകുമ്പോൾ വിശക്ക്. എനിക്കാണെങ്കിൽ പാതിരാ മറ്റേ ഇതുള്ളതാണ്. വഴിയിൽ ഇറങ്ങി പോകുന്നത് 10 മിനിറ്റ് ലേറ്റല്ലേ, നോക്കാം. ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത വണ്ടിക്കുള്ള റൈഡ് തുടങ്ങി ഗൈസ്. നമ്മൾ നേരത്തെ ഈ പാമ്പ് വിളിച്ചാടുടാ. ഈ പാമ്പ് വിളിച്ചാട്. നാളെ രാവിലെ നമ്മൾ തിരുപ്പൂർ, ബാക്കി അവിടെ ചെന്നു. ഫൈനലി വി റീച്ച്ഡ് തിരുപ്പൂർ. അടുത്ത എന്താണ് പരിപാടി അറിയാൻ പാടില്ല, നോക്കാം. ആദ്യം നമുക്ക് ഫ്രഷ് ആയാലോ, അങ്ങനെ റേറ്റ് ചോദിക്കാം. എപ്പം അവരെ എപ്പം കാണാൻ പോണ്ട? നമുക്കൊരു
ഇവിടെ 9 മണി 10 മണിയൊക്കെ ആവും തുറക്കുമ്പോഴത്തേക്ക്. ആ ഒരു ടൈമിലോട്ട് നമുക്ക് ഇറങ്ങാം. അതുവരെ ടൈം വായിച്ചു അതല്ലെങ്കിൽ പിന്നെ നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഡേ 2 ഹണ്ടിങ് ദ മാനുഫാക്ചറിങ് മാനുഫാക്ചറിനെ തപ്പി പോവാണ്. 2-3 പേരെ ആയി, പക്ഷെ അവരെ പോയി കണ്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കിട്ടും, നമ്മുടെ ബ്രാൻഡ് അവർ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ അറിയാം. ക്വാണ്ടിറ്റി എത്ര എടുക്കേണ്ടി വരും, അതിന് വേണ്ടിയുള്ള ഓർഡർ നോക്കാം. രാവിലെ റൂമൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. എന്താ പറയാ, ഇപ്പം തവണ നിൽക്കുന്നു എല്ലാം പറയട്ടെ. നീ ഇങ്ങനെയാണോ? അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇനി എന്താ പറയണ്ടോ. വണ്ടി നോക്കി നിൽക്കുവാണ്. നമ്മളെങ്ങനെ ബുക്ക് ചെയ്ത് ഊബർ ഓലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ എന്താവുക വണ്ടി വിളിയിടാ. നീ ഇവിടെ നമ്മൾ ഫുൾ തമിഴാണ് തമ്പി. ആദ്യം സ്റ്റേഷന്റെ ഫ്രണ്ടാണോ ബാക്കാണോ ചോദിക്കാം. പിന്നെ തിരിച്ചു വരുമ്പോൾ രാത്രിയാണെങ്കിൽ മുഞ്ചു ഇത് ബാക്ക് സൈഡാ, നമുക്ക് ഫ്രണ്ട് സൈഡിൽ പോയാലോ? ഫ്രണ്ട് സൈഡില എങ്ങനെ പോകും? എങ്ങനെ പോകും പറ. അപ്പുറം വഴി പോകണം. അത് നീ അണ്ടിപ്പാളയം പോകാനുള്ള സ്ഥലം ചെയ്യും. ആണ്ടിപ്പാളയല്ലേ? അണ്ടിപ്പാളയല്ലേ? ആണ്ടി ആയിരിക്കും. എന്തൊരു കൊണ്ടിയാണ്. എന്താ വെടിയണക്ക് നീക്കണത് ഇപ്പോ? ആണി ആണ്ടിപ്പാളയം എന്തോരം ദൂരം ഉണ്ട്? അണ്ടിപ്പാളയം ഡിസ്റ്റൻസ് ആണ്ടിപ്പാളയം 6 കിലോമീറ്ററാ? ഓ, 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. നമുക്ക് ആ മറ്റേ ലൊക്കേഷൻ ഇട്ടിട്ട് ഊബർ വിളിക്കാം. അവിടെ മാറിക്കപ്പാ. ഞാൻ തിരുപ്പൂരൊക്കെ വന്ന് വണ്ടിയൊക്കെ വാങ്ങിക്കാൻ വരും. വണ്ടിയിലൊക്കെ പോകാനാണ് പറഞ്ഞെങ്കിൽ നിങ്ങളെ പെടും. വരരുത്, മുടിഞ്ഞ പൈസയാണ്. റേറ്റിംഗ് 0. ഭാഷയൊക്കെ നമ്മളെ ഭാഷ മലയാളമാണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാലായിട്ട് പിരിഞ്ഞു കെട്ടും. ഓട്ടോ വാങ്ങണ കാശൊക്കെയാണ് അവന്മാര് പറയണത്. 2 കിലോമീറ്റർ പോവാ 200 രൂപ. ബാംഗ്ലൂര് ജോലി ചെയ്തോണ്ടിരുന്ന സമയത്തില്ലേ ഇത്രയും രൂപ. 2 കിലോമീറ്റർ 200 രൂപ. അയ്യോ, അതുകൊണ്ട് നമ്മൾ വഴി മാറ്റി പിടിച്ചു. നമ്മള് കാറ് ബുക്ക് ചെയ്യും. നമ്മള് നോക്കണേ. ബസ്സിന് പോകാൻ അറിയാൻ പാടില്ലാത്തോണ്ടാ അല്ല പോയേനെ. ബസ്സിന് നമുക്ക് തമിഴിലെ ബോർഡൊക്കെ ഭാഷ വായിക്കാൻ അറിയാമെങ്കിൽ ഞാനിപ്പോ ജർമ്മൻ പഠിച്ച് ജർമ്മനി പോയത് മിക്കവാറും. ഏതോ ഒരു മൂലയെ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്തിനാണ് ഒരു ഇംഗ്ലീഷ് പോലും ഇല്ല. ഒരു ഇംഗ്ലീഷ് ഉണ്ടെന്നോ? കൊങ്കു നഗർ ട്രാഫിക് പോലീസ്, തിരുപ്പൂർ സിറ്റി പോലീസ്, ഇത് തന്നെ ഉണ്ട് ഇംഗ്ലീഷ്. എന്തായാലും നമ്മളെ വണ്ടി ഏതാണ് നിമിഷത്തിൽ ഇപ്പൊ എത്തും. എന്നിട്ട് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോയിട്ട് ബാക്കി തീരുമാനിക്കാം. ഒരു 3-4 നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയമുള്ളത് പോലെ പോകും. പിന്നെ തിരിച്ച് വണ്ടി ബുക്ക് ചെയ്തേക്കണതും നമുക്കിന്ന് നാളെ വെളുപ്പിന് 5 മണി വരെ സമയമുണ്ട്. എത്ര വേണോ തിരിച്ചു പോവാം. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വിചാരിച്ചത്. നോക്കാം. ഓക്കേ, നമുക്ക് പോവാനുള്ള ഗിണ്ടി എത്തി. ലക്ഷറി അയ്യോ ഡെസ്റ്റിനേഷൻ എത്തി. സൗത്ത് കോട്ടൺ ഫാബ്സ്. ഇവരെ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറി നോക്കാം ഇവരുടെ പരിപാടി. നമ്മുടെ സെറ്റപ്പുമായിട്ട് മീറ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. ബാക്കി നമുക്ക് അകത്ത് കയറി നോക്കാം. ഇത് തീരുമാനിച്ചു.
പോളോടെ അല്ലേ? ഇവിടെ ടീഷർട്ടും ജേഴ്സി ഒക്കെ മാത്രമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചനയിലിരിക്കുന്ന ഡേവിഡ്. അങ്ങനെ ആദ്യത്തെ സ്ഥലം നമ്മൾ പോയി. കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിലോട്ട് എത്തുന്ന ഡൗട്ട് ഉണ്ട്. ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ആവണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. പ്രൈസ് ഒക്കെ ഓക്കെയാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ക്വാളിറ്റി വൈസ് റീത്തിങ് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരു ഷർട്ടൊന്നും ചെയ്യൂല. അപ്പൊ അതും ഒരു അടുത്ത സ്ഥലം കണ്ടുപിടിക്കണം, പോണം, കഴിക്കണം. കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, നോക്കട്ടെ. അടുത്ത സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുന്നു, നോക്കട്ടെ. രണ്ടാമത്തെ നോക്കിയത് യൂണിഫോം മാത്രമേ സ്റ്റിച്ച് ചെയ്തു. എന്തൊരവസ്ഥ നോക്കണം. ബിസിനസ് ഒക്കെ തുടങ്ങാൻ പ്ലാനുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നവരൊക്കെ സ്വന്തമായിട്ട് വണ്ടിയും കൊണ്ട് മാത്രം വരിക. ഇവനോട് ഞാൻ പറഞ്ഞതാണ് വണ്ടിയായിട്ട് വരാന്ന്. അളിയൻ പറഞ്ഞു നമ്മള് വേറെ എന്നാലും അവിടെ വണ്ടി കാണും, ടാക്സി കാണും, ഓല കാണും. ഓല ഉണ്ട് ഇവിടെ, ഓല വലിച്ചോണ്ട് പോകാനാ പറയുന്നത്. സാധാരണ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോ എങ്ങനെയാണ്, ഒരു കട എന്ന് പറയുമ്പോ ഒരു ഷോപ്പ്, ഒരു ഇത്രയും ഭാഗം മൊത്തം അങ്ങനെയല്ലേ. ഇതിപ്പോ ഓരോരുത്തും ഓരോരോ സ്ഥലങ്ങളാണ്. അതെ, ഓരോ ജില്ലയിൽ ഓരോന്ന്. 6-7 കിലോമീറ്റർ പെട്ടു. ഓട്ടോക്കാരന്മാരൊക്കെയാണ് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് കറുത്തായിട്ട് വാങ്ങി. രണ്ടാമത് നമ്മൾ പോയടുത്താണ് യൂണിഫോം മാത്രമേ ചെയ്യുള്ളൂ. അതാണ് അടുത്തൊരു വില കിട്ടിയത്. അവരുടെ ക്വാളിറ്റിയും കൊള്ളായിരുന്നു, പക്ഷെ യൂണിഫോം മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കാം. മുതലാളിത് അടുത്ത ആൾക്കാരെ വിളിക്കുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞേനെ കാർ എടുത്തോണ്ട് വരാം. നീയാണ് കേക്കാത്തത്. വണ്ടിയാണ് കാറ്. ഞാൻ കാറെന്ന് പറഞ്ഞപ്പോ നീ എങ്ങനെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞ ഇത് ഓരോരുത്തർ ഓരോ മൂലയിലാണ് ഇരിക്കണേന്ന്. നീ ഓൾറെഡി വിളിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ പിന്നെ നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചു. അതുണ്ടാ, അത് പല സ്ഥലത്ത്. അല്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, അടുത്തേ പോവാം. ഒരെണ്ണം നമ്മൾ കൺഫേം ആക്കി, പക്ഷെ അത് ടീഷർട്ടും ഹുഡീസും മാത്രമേ ചെയ്യുള്ളൂ, ഷർട്ടൊന്നും ചെയ്യൂല. പിന്നെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതാകുമ്പോ നമ്മൾ ഇലക്ട്രിക് പൈസ കൊടുക്കേണ്ടി വരും. അടുത്ത തപ്പിക്കൊണ്ടിരിക്കുന്ന പൈസ നോക്കാം. കപ്പലിലോട് കപ്പല. ഹൈ ഗൈസ്, നമ്മൾ വീണ്ടും വന്നു ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്ര. സർബത്ത് പിടിച്ച്, നല്ല മാട്ട സർബത്ത് കൊണ്ടായിരുന്നു. ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിക്കൂല. പിന്നെ നേരത്തെ ടാക്സി വിളിച്ച് ഓല ബുക്ക് ചെയ്യും, 150 രൂപ കാണിക്കും. അവര് വിളിക്കും 300 രൂപ 400 രൂപ എന്ന് പറയും. ഞാൻ അവിടെ സ്ഥലം സംഭവിക്കുന്നത്. ഇപ്പൊ ഒരു പുള്ളി വിളിച്ചിട്ട് ഓട്ടോ ഇല്ലാതെ പുള്ളി തിരിച്ചു വിളിച്ചിട്ട് 250 1 മണിക്കൂർ ഫ്രീ ആയിട്ട് വെയിറ്റ് ചെയ്യാം. ഓട്ടോ ഇല്ലാതിരിക്കുമായിരിക്കില്ല, അതുകൊണ്ട് മാവുണ്ടല്ലേ. എന്ത് ചെയ്യാനാ. നല്ല ഇനി നമുക്ക് ഇവിടത്തെ ബസ് ഒന്ന് പരീക്ഷിച്ചോ. നല്ല വെയിലുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിലോട്ട്. സെക്കൻഡ് റൈറ്റ് ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാണും. അതെ, 1/2 മണിക്കൂർ ഇവിടെ നടക്കാറുണ്ട് ബസ് സ്റ്റാൻഡ്. ശിവന, ഇത് ഏത് ജില്ല? ഇത് നമ്മളെ 3rd ലൊക്കേഷൻ ആണ് കേട്ടോ. ഇതിവിടെ കഴിയുമ്പോ ഇന്നത്തെ പരിപാടി തീരും. ഇനി അടുത്തൊരു വണ്ടിക്കേ വരുള്ളൂ. ഇനി വണ്ടിക്കേ വരുള്ളൂ. അയ്യോ, നമ്മളിതാ ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. അതെ, ഓൾഡ് ബസ് സ്റ്റാൻഡ് തിരുപ്പൂര്. ഇതാണ് നമ്മുടെ സ്ഥലം. തമിഴ് വായിക്കാറുണ്ടെങ്കിൽ മൂന്ന് കേട്ടു. അതെ അതെ, ഒറ്റ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ല, എല്ലാം തമിഴ്. എന്തിനു പറയാ. നോക്കാം, നമുക്ക് പോകാനുള്ള വണ്ടി എത്ര 12. 12 ചെയ്ത് ചോദിക്കാം.
ഗൂഗിൾ ലെൻസ് എടുത്ത് ഒന്ന് ചെട്ടിപ്പാള കാണാമെന്ന് അടിച്ചു നോക്കി. ഇനി അവന്മാർ നമ്മളെ വേറെ കാര്യം കാട്ടിക്കൊണ്ടിറക്കും. അവസാനം വല്ല 1000 രൂപ തിരിച്ചു വരേണ്ടി വരും. ബാക്കിലെ നമ്പർ സ്കാൻ ചെയ്യാം. ബാക്കിലുണ്ടോ? ഈ ബസ് പോകും എന്നാണ് പറയണത്. എന്തൊരു പാടം ഇപ്പം നോക്കാൻ പോയിട്ടുണ്ട്. എന്തായി ഗൈസ്, നമ്മളെ 3ാമത്തെ ലൊക്കേഷൻ ഇനി ഇവിടെ ചോദിച്ചു നോക്കാം. ഇത് കൺഫേം ആക്കാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് നടക്കാൻ വയ്യേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏതൊരു ബിസിനസ്സുകാരനും ഒരു ഇതേപോലെ നമ്മളെ പോലെ നടന്നിട്ടായിരിക്കും കഷ്ടപ്പെട്ടത്. തമിഴ്നാട്ടിൽ കൂടെ അല്ലെങ്കിൽ വേറെ എവിടെ കൂടെ നടന്നു കാണും. തെണ്ടി തിരിഞ്ഞ് നല്ല അല്ലെങ്കിൽ വേറെ പോലെ വായിക്കാൻ തുടങ്ങി തുടങ്ങി. അയ്യോ വെള്ളം കുടിക്കണം. അയ്യോ അതെ. പക്ഷെ നമ്മൾ അടുത്തോട്ട് വന്നപ്പോഴും ഇതാണ് നമ്മളെ സ്ഥലത്ത് 3ാമത്തെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതോടെ സെറ്റാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നോക്കാം. ഇതിനകത്ത് ഫോൺ എടുക്കാൻ പറ്റും പറഞ്ഞു. നമുക്ക് വന്നിട്ട് കാണാം. ഗൈസ്, നമ്മളിത് അകത്ത് കയറി. സെറ്റപ്പൊക്കെ കൊള്ളാം. ഇത് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്ന കോളുണ്ട്. ഐ തിങ്ക് സോ. പിന്നെ റേറ്റ്സ് ഒക്കെ നമുക്കൊന്ന് ഫൈനലൈസ്ഡ് ആവണം. ആൾക്കാരുടെ മീറ്റ് ചെയ്യണം. അയാളൊരു മീറ്റിങ്ങിലാണ് ഇവിടുത്തെ. അപ്പം അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് മലയാളം അറിയാമെങ്കിൽ എളുപ്പം. ഇതൊക്കെ പറഞ്ഞ് ഒപ്പിക്കണ്ടേ? അല്ലെ തമിഴ് പറഞ്ഞ് എൻ്റെ ഉപ്പാട് വരും. പക്ഷെ കണ്ടിട്ടൊരു പ്രീമിയം സെറ്റപ്പ് കൊള്ളാം. അഭിഷേക്, അക്ഷയ്, സരവണ. നിങ്ങൾ സെയിൽസ് ആവോ? ഗൈസ്, നമ്മൾ ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ടീഷർട്ട് മാത്രം തെറ്റായി. ടീഷർട്ട് സെറ്റായി. സാധനം സെറ്റായി. ഇനി ഇതിന് നമ്മൾ അടുത്ത പരിപാടി നോക്കുക. അതിപ്പോഴല്ല, അത് നമ്മൾ അതൊന്ന് ഡിസ്കസ് ചെയ്യണം. എന്നിട്ടേ ഉള്ളൂ. സംഭവം കൊള്ളാം. സംഭവം ഇഷ്ടപ്പെട്ട് സെറ്റപ്പാണ്. ഓക്കെ, ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യും? കുറെ പരിപാടി കിടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പരിപാടിയുണ്ട്. അതും കൂടെ സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനുള്ള ഫണ്ട് ഞാൻ കണ്ടുപിടിക്കും. അയ്യോ അയ്യോ നോക്കാം. കഴിക്കാൻ പോകണം. ഡിണ്ടിഗിൾ തിരുപ്പൂർ കിട്ടും. തിരുപ്പൂർ ബിരിയാണി ഉണ്ടോ നോക്കണം. തിരുപ്പൂർ ബിരിയാണി എനിക്ക് വേണ്ട. മയിലോ? ആ മയിലല്ല. എവിടെ? ഇതെന്തൊരു മൈ. മയിലേ വേണ്ട, അത് ചിലപ്പോ കൊത്തും. മയില് കൊത്ത. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കിലോ ചിക്കൻ ബിരിയാണിയാണ് തിന്നുന്നത്. കണ്ടോ? 1 കിലോ ചിക്കൻ ബിരിയാണി. ചിക്കൻ അല്ല, ബീഫാട്ടോ. നല്ല ബീഫിൻ്റെ പീസ്. എങ്ങനെയുണ്ടോ? ഒരു തമിഴ്നാട് സ്റ്റൈൽ സാധനമാണ്. 375 രൂപയ്ക്കാണ് ഈ 2 റൈസും കിട്ടിയത് കേട്ടോ. ഇത്ര റൈസും ബീഫും. അതെ അതെ അതെ. പോകുമ്പോൾ പറയാം. ബാക്കി അപ്ഡേറ്റ് ട്രെയിൻ. 1 കിലോ ചോറും അടിച്ച് കയറ്റി. എങ്ങനെ അളിയാ? ഞാൻ 1/4 കിലോ. 3/4 കിലോ 1 കിലോ 150 ഗ്രാം വ്യത്യാസമുണ്ട്. 250 ഗ്രാം ഇതിനകത്തുണ്ട്. കഴിക്കുന്നില്ല. എൻ്റെ പൊന്നേ, കൊളസ്ട്രോൾ എത്ര? എന്തൊരു ചെയ്യാൻ അമ്മാ. തമിഴ്നാട് ബിരിയാണി കൊളസ്ട്രോൾ ഇല്ലേ? പിന്നെ എന്തിനുണ്ട് അതിനകത്ത്? സമ്മതിക്കണം. അതൊരു സ്ഥലം ഉണ്ടാക്കിയതാ. എനിക്ക് വയറ് പൊട്ടണം തോന്നും.
ഗൈസ് ഇപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരുപ്പൂരിനോട് വിട പറയുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് അല്ല 5 മണിക്ക് പോകാൻ കോട്ടയം, ഞാൻ 9 മണിക്ക് ട്രിവാൻഡ്രം. അതോടെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഡിസ്കഷനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫൈനലൈസ് ചെയ്യാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഓർഡർ കൊടുക്കാൻ വരുന്നുണ്ട്. അതോടെ പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് കുറച്ച് ഒരു മാസത്തിനകത്ത് അല്ലേ സെറ്റപ്പാകും. അപ്പോൾ നമ്മുടെ പ്ലാന്റൊക്കെ പിന്നെ റിവീൽ ചെയ്യാം. നമുക്ക് ടൈം വരുന്നേ ഉള്ളൂ. കുറച്ച് പരിപാടികൾ ഹെവി നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ബൈ ബൈ.